നമ്മളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നെല്ലിക്കച്ചാറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നെല്ലിക്ക ഒരു 10 രൂപേൻ്റെ 20 രൂപേൻ്റെ എങ്ങാണ്ട് നെല്ലിക്കുള്ളൂ. കഴുകി വൃത്തിയാക്കി ആവി കയറ്റാൻ വെക്കണം. ആവി കയറ്റി എടുത്തതിന് ശേഷമാണ് നമ്മളതിനെ പീസാക്കി കുനുകുന അരിഞ്ഞെടുക്കണം. നെല്ലിക്കേൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണല്ലോ നെല്ലിക്ക എന്ന് പറയുന്നത്. അത് കൂടാതെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും പിന്നെ കൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാ തരത്തിലും വളരെ നല്ലതാണ്. വൈറ്റമിൻ എയും സിയും ഒക്കെ കൂടുതൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിക്ക ഇതുപോലെ പുഴുങ്ങി കുരു കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സാധാരണ അച്ചാറുകളിൽ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകെല്ലാം കുനുകുന അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലാണ് കേട്ടോ അരിയുന്നത്. ഇഞ്ചിയും പച്ചമുളകും കുനുകുന അരിഞ്ഞെടുക്കുക. നമ്മുടെ നെല്ലിക്ക എത്രയാണോ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത് എണ്ണയിലാണല്ലോ, പക്ഷെ ഇവിടെ മസ്റ്റാർഡ് ഓയിലാണ് കിട്ടുക, കടുകെണ്ണയാണ് കിട്ടുക. അപ്പോൾ കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വലിയ കടുകെണ്ണ അത്ര ടേസ്റ്റി അല്ല. നമ്മൾ നാട്ടിൽ എണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറുകൾ കഴിച്ചിട്ട് ഈ കടുകെണ്ണയിലുള്ള അച്ചാർ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് അച്ചാർ വാങ്ങാത്തത്. ഇവിടെ മസ്റ്റാർഡ് ഓയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇതുപോലെ മാങ്ങയും വെളുത്തുള്ളി നെല്ലിക്കൊക്കെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി സ്വന്തമായിട്ട് ഉണ്ടാക്കും. ആദ്യം എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും ഉണക്കമുളകും കറിവേപ്പിലും പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഇഞ്ചി ആണ് ആദ്യം മൂപ്പിച്ചെടുക്കുന്നത്. ഇഞ്ചിക്കാണ് കുറച്ച് പച്ചക്കുത്തൽ കൂടുതലുള്ളത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇഞ്ചി വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചച്ചോയ മാറുന്നത് വരെ വഴറ്റി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ കുക്കറിൽ ഉണ്ടാക്കേണ്ടത് നോക്കണ്ട കേട്ടോ. നമ്മളെ നാട്ടിലല്ല, അപ്പോൾ ഒത്തിരി പാത്രങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാനും ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞങ്ങൾ ഒരുവിധം എല്ലാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആ പച്ചച്ചോയ മാറി വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ലേശം കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത്. പക്ഷേ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഈ സാധാരണ മുളക് പൊടിയാണ്. പക്ഷേ ഈ മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഈ പൊടികളെല്ലാം എണ്ണയിലൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് സുറുക്കി ഒഴിക്കുക. 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുക കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വരുമ്പോൾ ഒരു പിടിയോളം ഉലുവ വറുത്ത് പൊടിച്ചതും പാകത്തിന് കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലുള്ള അച്ചാർ പൊടി ചേർക്കുന്നില്ലേ, അതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ആഡ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കളറ് കുറച്ച് കുറവുള്ള, ഞാൻ പറഞ്ഞല്ലോ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലും കൂടെ ആഡ് ചെയ്താൽ നല്ല കാണാനും ഭംഗിയാണ്. പിന്നെ ഇതിൽ വെള്ളം കൂടുതൽ ആവാത്തതുകൊണ്ട് വറ്റി വരേണ്ടതുകൊണ്ട് കൂടുതൽ നിൽക്കും ചെയ്യും.